വാദികൾ ഇസ്രായേലിലേക്ക് കടന്നു കയറി ആക്രമണം നടത്തിയതിന് തൊട്ട് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അത് ഞങ്ങളുടെ ആളുകളെ കൂട്ടക്കൊല നടത്തിയവരെയും തട്ടിക്കൊണ്ടുപോയവരെയൊക്കെ തന്നെ ഒരു കാരണവശാലും ഞങ്ങൾ വെറുതെ വിടുകയില്ല എന്നും ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും അവിടെ എത്തി ഞങ്ങൾ അവരെ പിടികൂടും എന്നും അല്ലെങ്കിൽ വധിക്കും എന്ന് തന്നെയാണ് പറഞ്ഞത്. അന്ന് പലരും നെതന്യാഹുവിൻ്റെ വാക്കുകളെ പുച്ഛിച്ച് തള്ളിയെങ്കിലും പിന്നീട് കാലം തെളിയിച്ചത് ഇസ്രായേലിനെ വേദനിപ്പിച്ച ഓരോരുത്തരെ അവർ തിരിഞ്ഞു പിടിച്ച് വധിക്കുന്നതായിട്ടാണ്. അത് ഇസ്മായിൽ ഹനിയ ആകട്ടെ, അല്ലെങ്കിൽ യാഹ്യ സിൻവർ ആകട്ടെ, അയാളുടെ സഹോദരൻ മുഹമ്മദ് സിൻവർ ആകട്ടെ, ഹസൻ നസ്രുള്ള ആകട്ടെ, അങ്ങനെ ആരാണെങ്കിലും കൃത്യമായി അവരെ പിന്നാലെ എത്തി ഇസ്രായേൽ വധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് മൊസാദ് എന്ന ഇസ്രായേലിൻ്റെ ലോകോത്തര നിലവാരമുള്ള ചാരസംഘടന തന്നെയാണ്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ പുറത്തു വരുന്ന വാർത്ത ഇറാന്റെ യുദ്ധകാല സൈനിക മേധാവിയെ വധിച്ചതിന് പിന്നിലും പ്രവർത്തിച്ചത് മൊസാദാണ് എന്നാണ്. അലി ഷത്മാനി കൊല്ലപ്പെട്ടത് കഴിഞ്ഞ ദിവസങ്ങളിലാണ്. ഇയാൾ എങ്ങനെ കൊല്ലപ്പെട്ടുവെന്നോ എവിടെ വെച്ച് കൊല്ലപ്പെട്ടു എന്നുള്ളതിനെക്കുറിച്ച് വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ഇയാളെയും മൊസാദ് പിന്തുടർന്ന് വധിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷത്മാനിയും അദ്ദേഹത്തിൻ്റെ ഒപ്പമുള്ള ജനറൽമാരും ടെഹ്റാനിലെ സൈനിക ആസ്ഥാനത്ത് തന്നെയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. പിന്നീട് അവർക്ക് തോന്നി ഇസ്രായേൽ തുടർച്ചയായി ടെഹ്റാനിലേക്ക് ആക്രമണം നടത്തുമ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് സുരക്ഷിതമല്ല, അതുകൊണ്ട് എങ്ങോട്ടെങ്കിലും തടി തപ്പാം എന്നവർ കരുതി. വളരെ സുരക്ഷിതമായ താവളങ്ങൾ ഇവർക്ക് നിരവധിയായിട്ടുണ്ടായിരുന്നു. അത് സാധാരണക്കാർക്ക് വേണ്ടിയല്ല, ഇറാനിലെ ഉന്നതന്മാർക്കായി പല സ്ഥലങ്ങളിൽ ഇവർ രഹസ്യ കേന്ദ്രങ്ങൾ തീർത്തിരുന്നു. അത് അവിടുത്തെ ഇറാനിലെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിക്കും അവിടുത്തെ സൈനിക മേധാവികൾക്കും ഭരണാധികാരികൾക്കും എല്ലാം വേണ്ടി നിരവധി ബങ്കറുകളും രഹസ്യ കേന്ദ്രങ്ങളും എല്ലാം അവർക്കുണ്ട്. അവിടെ സുരക്ഷിതമായി ഇരിക്കാം എന്നാണ് പൊതുവെ ഇവർ കരുതിയിരുന്നത്. അങ്ങനെ ഷത്മാനിയും സംഘവും തീരുമാനിച്ചത് ടെഹ്റാൻ നഗരത്തിൽ നിന്ന് ഏറെ അകലെയുള്ള ഒരു പർവ്വത മേഖലയിലെ രഹസ്യ താവളത്തിലേക്ക് പോകാം എന്നായിരുന്നു. പർവ്വത മേഖലയിലാകുമ്പോൾ തങ്ങൾ ആരും പെട്ടെന്ന് പിടികൂടുകയില്ല എന്നാണ് അവർ കരുതിയത്. മാത്രമല്ല ഇറാന്റെ പല ആണവ കേന്ദ്രങ്ങളും സ്ഥിതി ചെയ്യുന്നത് പർവ്വത മേഖലകളിലാണ്. പെട്ടെന്ന് തന്നെ ആർക്കും കണ്ടെത്താൻ കഴിയാത്ത തരത്തിലുള്ള വലിയ പർവ്വത മേഖലകളുള്ള നിരവധി സ്ഥലങ്ങൾ ഇറാനിലുണ്ട്. ഇവിടെയാണ് പലപ്പോഴും ഇവർ രഹസ്യത്താവളങ്ങൾ തീർത്ത് ഒളിച്ചിരിക്കുന്നത്. അങ്ങനെയാണ് ഷത്മാനിയും കൂടെയുള്ള ഒരു സംഘം ഉന്നത സൈനിക ഉദ്യോഗസ്ഥരും നേരെ ഈ പർവ്വതനിരയിലേക്ക് വെച്ച് പിടിച്ചത്. ഇവിടെ ഒരിക്കലും തങ്ങളെ ആരും കണ്ടെത്തുകയില്ല എന്നും സുരക്ഷിതമായി ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ കാര്യങ്ങൾ നിയന്ത്രിക്കാം എന്നും ഷത്മാനിയും അനുയായികളും കരുതി. ഷത്മാനിക്കായിരുന്നു യുദ്ധത്തിൽ ഇസ്രായേൽ നടത്തേണ്ടിയിരുന്ന ആക്രമണങ്ങളുടെയൊക്കെ തന്നെ മുഖ്യ ചുമതല ഉണ്ടായിരുന്നത്. അതിന് ഏകോപനം നിർവഹിച്ചിരുന്നത് ഇയാളായിരുന്നു. അതുകൊണ്ട് തന്നെ പർവ്വതനിരകളിലുള്ള തങ്ങളുടെ രഹസ്യകേന്ദ്രത്തിൽ ഒളിച്ചിരുന്നു കൊണ്ട് ആക്രമണം നടത്താം എന്ന് തന്നെയാണ് ഇവരെല്ലാം കരുതിയിരുന്നത്. അങ്ങനെ അവർ പർവ്വതനിരകളിലെ തങ്ങളുടെ രഹസ്യ താവളത്തിൽ, അതായത് ഭൂഗർഭാറയിൽ എത്തുകയും ചെയ്തിരുന്നു. പക്ഷേ തങ്ങളെ മൊസാദ് പിന്തുടരുന്ന കാര്യം അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യുന്ന കാര്യം ഒരിക്കലും ഇവർ മനസ്സിലാക്കിയിരുന്നില്ല. എങ്ങനെയാണ് ട്രാക്ക് ചെയ്തത് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇന്ന വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. മൊസാദിനെ സംബന്ധിച്ച് ലോകത്ത് അസാധ്യമായി ഒന്നുമില്ല എന്ന നെപ്പോളിയൻ്റെ വചനം ഓർമ്മിപ്പിക്കാത്ത രീതിയിലാണ് അവരെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അസാധ്യം എന്നൊരു വാക്ക് മൊസാദിൻ്റെ ഡിക്ഷണറിയിലില്ല.